ഇത് കാണുമ്പം തന്നെ കൊതി വരുന്നുണ്ടല്ലേ? കൊതി വരാത്ത ആളുണ്ടാവും കേട്ടോ, അതിൽ പെട്ടതാണ് ഞാൻ. ഈ കോഴിക്കോട് ബീച്ചിലൊക്കെ വൈകുന്നേരം ആകുമ്പോൾ തട്ടുകടയിൽ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അതെല്ലാവർക്കും അറിയുന്നതെന്നല്ല, നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടി. കഴിക്കുന്നവർക്ക് എനിക്ക് 1-2 അത്രേ കഴിക്കാൻ പറ്റുള്ളൂ, പക്ഷേ ഇത് ഇഷ്ടമുള്ളവർ ഇഷ്ടം പോലെ എടുത്ത് കഴിക്കും. ടേസ്റ്റ് മാത്രമല്ല, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓവർ ഐറ്റംസ് ഒന്നും വേണ്ട, എന്നാൽ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ചായക്കടിയും റെഡി വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പി കണ്ടാലോ? ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് എന്താണെന്ന് വേണ്ടതെന്ന് അറിയാലോ, കാടമുട്ട. അപ്പം ഞാൻ ഉണ്ടല്ല ഒരു 5-6 കാടമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയ ശേഷമാണ് കേട്ടോ അറിയുന്നത് കാടമുട്ടതെടുത്ത് നല്ലോണം ഒന്ന് കുറഞ്ഞു പോയിന്ന്. അപ്പം ഉണ്ടല്ല, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം തന്നെ എടുത്തോട്ടാ, എന്തായാലും ഇത് കാലിയാവും, ബാക്കിയാവൂല, അത് ഉറപ്പാ. ഇനി നമുക്ക് ഈ കാടമുട്ടയെല്ലാം എടുത്തിട്ടില്ലേ വേവിക്കാൻ വെക്കാട്ടാ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കാം. അപ്പോഴാണ് ഓർമ്മ അത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊരു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. സാധാ മുട്ടയുടെ ടൈമൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ആവുമല്ല. വേറെ ഏതെങ്കിലും പാത്രത്തിലാക്കിനെങ്കിലേ ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ അതും വെച്ചിട്ടില്ലേ അപ്പുറത്തേക്ക് പോവും, ഞാൻ ശ്രദ്ധിക്കലേ ഇല്ല. പക്ഷേ ഇതിൽ മുട്ട വേവാൻ വെച്ചില്ലേ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണെന്നല്ലോ, നല്ലൊരു രസമാണ് മുട്ട തിളക്കുന്ന കാണാനും, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്താ റൗണ്ടായിട്ട് കളിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഈ തിളക്കുന്നവരവിടെ നോക്കി നിൽക്കുക കേട്ടോ. ഇപ്പം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്യാനായി. സത്യം പറ, ഇത് കാണാൻ നല്ല രസമില്ലേ? എനിക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല? ഇങ്ങനെ ഈ തിളക്കുന്നത് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കാണാൻ, ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ കാടമുട്ടൊക്കെ വലുതായ പോലെയായിട്ട് ഉണ്ടായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ മുട്ടയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകുന്നവരെ. ഇതാ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്ര. ഇതാ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയെല്ലാം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എന്താണെന്നറിയാലോ, ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമില്ലേ ചെറിയ രീതിയിലൊന്ന് ഉള്ളിലേക്ക് മസാല ഇട്ടാൻ വേണ്ടി വരണം കൊടുക്കാം കേട്ടോ. വരണം കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്, പക്ഷെ ഞാൻ കുറച്ചാക്കുന്നുണ്ട് എന്തായാലും വരണം കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി അതങ്ങ് മാറ്റി വെച്ചിട്ടില്ലേ ഒരു പാൻ എടുക്കുക, അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എത്ര മുട്ടേൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നതനുസരിച്ചിട്ടില്ലേ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് മെൽട്ടായി വരുന്നവരെ കാത്തിക്കുക കേട്ടോ. സാധാരണ ഇതിലേക്ക് വെളുത്തുള്ളി ഒന്നും ചേർക്കല്ല, ഞാൻ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടില്ലേ ഒരു 2 വെളുത്തുള്ളി നല്ലോണം ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില, അതെന്തായാലും വേണം കേട്ടോ. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് വഴറ്റി വരുന്നവരെ വെയിറ്റ് ആക്കുക. അതിന് ശേഷമില്ലേ ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ലോ ആക്കി വെക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പക്ഷേ വീഡിയോ ഒക്കെ എടുക്കുന്നില്ലേ, ചിലപ്പം ടൈം എടുത്ത് കത്തിപ്പോയില്ലെങ്കിലും. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് വേണ്ടിയാണ് ചിക്കൻ മസാല. പിന്നെ ഇതിൽ ഓവറായിട്ട് ഒരു പൊടിയും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഏറ്റവും നിർബന്ധമുള്ളൊരു സാധനമാണ് വലിയ ജീരകത്തിൻ്റെ പൊടി. വലിയ ജീരകത്തിൻ്റെ പൊടി ഇനി മസ്റ്റാണ് കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകും ചേർത്തിന്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്കില്ലേ ഇതിന് ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ടില്ലേ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിടെ ഈ പൊടി കത്തിപ്പോയാൽ പോയി, ഇനി ടേസ്റ്റും പോയി, എല്ലാം പോയി, പിന്നെ ഒരു പാങ്ങുണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ പൊടിയെല്ലാം ഇട്ടിട്ടില്ലേ 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുട്ട ഇല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഈ മുട്ടയ്ക്ക് എല്ലാം അത് എന്താ പറയുക പറ്റി പിടിക്കട്ടെ, ആ മസാല ഒക്കെ ഒരുമിച്ചാകട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം, തീ കൂട്ടാനേ പാടില്ല, തീ കൂട്ടിക്കഴിഞ്ഞാൽ പോയി. ഈ പൊടിയെല്ലാം കത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് വരും, ശരിക്കുള്ള ഫ്ലേവറും ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മൾ മുട്ടയൊക്കെ നല്ലോണം ഒന്ന് ഇതിനൊക്കെ മസാലയൊക്കെ പരങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
നല്ല അടിപൊളിയായിട്ട് നമ്മളെ എന്താ പറയുക കാടമുട്ട ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ചൂട് തന്നെ വെച്ച് ചെയ്താണ്ടല്ല, അതൊരു കയ്പ്പ് രസം വരും ആ പൊടിയൊക്കെ കത്തിയിട്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. നല്ല കട്ടൻ ചായയും ഇതും അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ, ഇതുണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടേ ഇല്ലയെന്ന്, പെട്ടെന്ന് ഉണ്ടാക്കാൻ. അപ്പോൾ നോമ്പിനൊക്കെ ഇല്ലേ സ്നാക്സ് ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ ഇല്ലേ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കഴിക്കേണ്ട രീതി അറിയാല, ഇതിലൊരു ടൂത്ത് പിക്കും കൂടി കുത്തിയിട്ടാട്ടാ കഴിക്കേണ്ടത്, എല്ലാവർക്കും അറിയുന്നില്ലേ. അപ്പോൾ ഈ ടൂത്ത് പിക്കൊക്കെ കുത്തിയിട്ടില്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കൂട്ടാ. അത് ഓവർ കൊടുക്കാൻ പാടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. ഒന്നും ചെയ്യില്ലെങ്കിൽ ഒരു കമൻറ്റും ഒരു ലൈക്കും എന്തായാലും ചെയ്തേക്കണേ കേട്ടോ. എന്നാൽ ഓക്കെ.